ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി ദം ബിരിയാണിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം. ഈ പൊടികളെല്ലാം ചിക്കനിൽ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരമണിക്കൂർ വെച്ചിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കാൻ വെക്കാം. ഇവിടെ നമുക്ക് ഈ ബിരിയാണി അരി വേവിച്ചെടുക്കാൻ വേണ്ടി 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ വെള്ളം വെക്കേണ്ടത്. ഞാനിവിടെ 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 2 കറുകപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, 1 തക്കൂട ഫ്ലവർ ഇതും കൂടി നമുക്ക് ആ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇട്ട ഈ മസാലക്കൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോരി മാറ്റാം. അതല്ല അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ പിടിക്കണം ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കോരി മാറ്റേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാനത് കോരി മാറ്റാൻ നിൽക്കുന്നില്ല. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. 3 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അരിയെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഏകദേശം ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് തുറന്ന് വെച്ചിരിക്കാം. അപ്പോൾ അരിയിലുള്ള ബാക്കിയുള്ള ജലാംശം പോയി കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഇവിടെ ഒരു 12 പച്ചമുളകും 1 കുടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത്രത്തോളം വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം കൂടി എടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ 1 സ്പൂൺ പെരിഞ്ജീരകം കൂടി ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി പേസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് തുടങ്ങിയവയുടെ പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. നമ്മൾ ഇതിനകത്തോട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യാം. അതുപോലെ വേണമെങ്കിൽ കുരുമുളകും എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ പേസ്റ്റ് നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി തുടങ്ങിയവയുടെ പേസ്റ്റ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം.
സവാള പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ സവാള വഴറ്റിയെടുക്കാം. നമുക്ക് അടച്ചു വെച്ചൊന്ന് സവാള വഴറ്റിയെടുക്കാം. ഈ സവാള വഴണ്ടു വരുമ്പോഴത്തേക്ക് നമുക്കൊരു 4 തക്കാളി അരിഞ്ഞു വെക്കാം. അങ്ങനെ സവാള വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിലോട്ട് തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ നേരത്ത് പൊടികളെല്ലാം ചേർത്തുകൊണ്ട് അധികം പൊടികളൊന്നും ഇനി ചേർക്കാൻ നിൽക്കേണ്ട. ഇവിടെ നമുക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പുളിയില്ലാത്ത 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ചിക്കൻ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഞാനൊരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഉള്ളി കോരി മാറ്റി കഴിയുമ്പോൾ ആ എണ്ണയിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് അതും വറുത്തെടുക്കേണ്ടതാണ്. അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളിയും എല്ലാം നമ്മൾ ഇതുപോലെ വറുത്തെടുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എന്തായെന്ന് നോക്കാം. അങ്ങനെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഏകദേശം ഒരു വേവെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന വറുത്ത സവാളയിൽ നിന്ന് കുറച്ച് നമുക്ക് ഇപ്പോൾ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റും കൂടി വേവിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ റെഡിയാവും. അതിനുശേഷം നമുക്ക് ദം ചെയ്യാം. ദം ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ലെയർ ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ആ ചിക്കൻ്റെ മുകളിലുള്ള അടുത്ത ലെയറായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്തുകോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി തുടങ്ങിയവ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് അടുത്ത ലെയറായിട്ട് ചിക്കൻ ആഡ് ചെയ്യാം. പിന്നീട് അടുത്ത ലെയറായിട്ട് നമുക്ക് വീണ്ടും
ചോറ് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ചെയ്ത തൊട്ട് തന്നെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് വീണ്ടും 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലോട്ട് എസൻസും ഫ്ലേവേഴ്സും ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഞാൻ പാലിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് അത് കലക്കി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓരോ ലെയറിനകത്തും തൂക്കിക്കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ ഫോയിൽ പേപ്പർ വേണമെങ്കിൽ വെച്ച് അടയ്ക്കാനും സാധിക്കും. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.